കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റിലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് റിട്ടയർഡ് SP സദാനന്ദനാണ്. കുറ്റാന്വേഷണത്തിലും അതുപോലെ ക്രമസമാധാന പാലനത്തിലും ഒരുപോലെ മികവ് തെളിയിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. SI മുതൽ SP വരെ 30 വർഷക്കാലത്തെ സർവീസ്, അതിൽ ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലം കണ്ണൂരിൽ. കേരളത്തെ ഞെട്ടിച്ച കൊലപാതകങ്ങൾ, കവർച്ച ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ അതിൻ്റെ പ്രതികളെ കണ്ടെത്തുന്നതിൽ PP സദാനന്ദൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 1000-ലേറെ മോഷ്ടാക്കളുടെ ജാതകം ഈ മനുഷ്യൻ്റെ കയ്യിലുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മോഷ്ടാക്കൾ എന്ത്, എങ്ങനെ, എപ്പോൾ, അവരുടെ മനഃശാസ്ത്രം, അവരുടെ പ്രവർത്തന രീതികൾ, അവരുടെ സ്വഭാവങ്ങൾ, അവരെപ്പോൾ എന്തു ചെയ്യും എന്ന് ഇദ്ദേഹത്തിനൊരു ബോധ്യമുണ്ട്. അത് സംബന്ധിച്ചൊരു CD വരെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലൂടെയുള്ളൊരു പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞു. മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയിരിക്കുന്ന സത്യത്തിൻ്റെ സാക്ഷി. നമുക്കറിയാം ജിഷാവധം, അതുപോലെ തന്നെ AKG സെൻറ്റർ അക്രമം, പിന്നെ സന്ദീപാനന്ദ ഗിരിയുടെ മഠം അക്രമം, പിന്നെ പെരിയ കവർച്ച, പൊന്നം ബാങ്ക് കവർച്ച ഉൾപ്പെടെ കേരളത്തിലെ ഞെട്ടിച്ച അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളും അതുപോലെ തന്നെ കവർച്ചകളും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളിൽ എന്നും മികവ് തെളിയിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്, PP സദാനന്ദൻ. ആദ്യം അദ്ദേഹത്തെ പുസ്തകത്തെക്കുറിച്ച് നമുക്കൊന്ന് ചോദിക്കണം. അത് കഴിഞ്ഞ് മോഷ്ടാക്കളുടെ മനഃശാസ്ത്രം അറിയാനുള്ള ഒരു ശ്രമമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ നടത്തുന്നത്. അത് കഴിഞ്ഞ് വരും എപ്പിസോഡുകളിൽ അദ്ദേഹം കവർച്ചയുടെയും കൊലപാതകങ്ങളുടെയൊക്കെ പുതിയ കഥകളുമായി നമ്മോടൊപ്പം ചേരും. ആദ്യം പ്രേക്ഷകരെയും ഒപ്പം PP സദാനന്ദനെയും ചാർജ് ഷീറ്റിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതൊരു മോഡസ് ഓപ്പറാൻഡി, ശിക്കാരി ഗ്യാങ്. അടുത്ത ഗ്യാങ് നമ്മൾ കിള്ളിക്കുറിച്ച്, അങ്ങനെ എന്തോ ഒരു ഗ്രാമത്തിനെ കുറിച്ചൊക്കെ കേൾക്കാറുണ്ടല്ലോ. എങ്ങനെയാണ് അടുത്ത ഓർമ്മയിലുള്ളത്? അടുത്ത ഏതാണ് താങ്കളുടെ? പൊന്നം ബാങ്ക് കവർച്ചയുടെ സ്വഭാവം പറയുന്നു, അത് പെരിയ ബാങ്ക് പറയുന്നു, അത് ജിഷാവധം പറയുന്നു. ഏതാണ് ഏറ്റവും എളുപ്പം പറയാൻ പറ്റുന്നത്? ഏറ്റവും ഓർമ്മയിൽ നിന്നൊരു മോഡസ് ഓപ്പറാൻഡി പറയാം. ഇതൊന്നും ഈ ജിഷാവധം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഞാനല്ല. ഞാനതിൽ ഒന്നാമത്തെ സംഘത്തിൽ, രണ്ടാമത്തെ സംഘത്തിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ വേറെ ടീമാണ്. എനിക്ക് ക്രൈം അറിയാതെ ഡിറ്റക്ട് ചെയ്ത രീതി അറിയാത്തേ ഉള്ളൂ. അതിനേക്കാൾ ഈ പൊന്നം ബാങ്ക് കവർച്ച മോഡസ് ഓപ്പറാൻഡി ആണല്ലോ പറയുന്നത്. അത് ഡിറ്റക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, മോഡസ് ഓപ്പറാൻഡി പഠനം പറഞ്ഞാൽ നിരന്തരമായിട്ട് ക്രിമിനൽ സംഘങ്ങൾ ഫോം ചെയ്യുന്നത് എങ്ങനെ, അവരുടെ ലൊക്കേഷൻ ഏത് ഏരിയയിലാണ് പ്രവർത്തനം നടന്നത്, ക്രൈം നടന്നതിന് ശേഷമല്ല നമ്മൾ അന്വേഷിക്കുക, പഠിക്കുക. നിരന്തരമായിട്ട് അവരെ പഠിക്കുമ്പോൾ എവിടെയെങ്കിലും ക്രൈം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സീനിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പോൾ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളതുകൊണ്ട് മറ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാർ, പ്രത്യേകിച്ച് അന്യസംസ്ഥാനത്തൊക്കെ വരുമ്പോൾ, ചില പുതിയ മോഡസ് ഓപ്പറാൻഡി ക്രൈം വരുമ്പം അവർ നമ്മൾ കോൺടാക്ട് ചെയ്യും, ഫോണിൽ കോൺടാക്ട് ചെയ്തതുപോലെ തന്നെ നേരിട്ട് വരും. അപ്പോൾ അത് ഈ സംഭവം നടക്കുന്നതിന് ഒരു 4-5 മാസം മുന്നേ, പിന്നെ അതെ നടക്കുന്നതിന് ഒരു 3-4 മാസം മുന്നേ നമ്മുടെ ഹൈദരാബാദിൽ നിന്നുള്ളൊരു ഇൻസ്പെക്ടർ ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കവർച്ച കേസിൽ ഈ ഒരു സംഘത്തെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ INR ഗ്യാങ് എന്ന് പറയുന്ന ഒരു ആ സംഘത്തിൻ്റെ തലവൻ്റെ പേര് INR ഗ്യാങ് എന്നിട്ടൊരു ഗ്യാങ്ങിനെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കത് പിന്നെ മുഴുവൻ ആളിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ആ ടീം വന്നിട്ട് അവിടെ നടന്ന ക്രൈം പലതും ബാങ്ക് കവർച്ച ശ്രമങ്ങളാണ്, വിജയിച്ച കേസും ഉണ്ട്. അതിൽ ഒരു കേസിൽ അവർ ആ ടീമിനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവർ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ നടന്ന ഇവരുടെ ഓപ്പറേഷൻ രീതി എന്താണെന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചത് അവരോട്. അവർ കുറേയധികം ഫോട്ടോ നമുക്ക് തന്നു. ഫോട്ടോയിൽ എല്ലാ സീനിലും ഒരേപോലെ ഒരു പ്രത്യേക തരം അയൺ ചിസിൽ ആൻഡ് ഹാമർ, ഉളിയും മുട്ടിയും, ഇത് ഓപ്പറേഷൻ നടന്ന സ്ഥലത്ത് ഉപേക്ഷിക്കുന്നുണ്ട്. ഉളിയും മുട്ടിയും ഈ ചുമര് തുറക്കാറില്ലെങ്കിൽ ലോക്കർ പിന്നെ തുറക്കാനുള്ള ആ ഉളിയും മുട്ടിയും, അതെല്ലാ സീനിലും ഉപേക്ഷിച്ച ഒരേപോലത്തെ സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാന്നിധ്യം ഈ കുറ്റവാളികളുടെ മോഡസ് ഓപ്പറാൻഡിയുടെ ഭാഗമാണ്. ഈ ടൈപ്പ് സാധനം, ആ വെപ്പൺ സെലക്ട് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അകത്ത് കയറിയിട്ട് ഓപ്പറേഷൻ നടത്തുന്നതിനിടയിൽ ആരെങ്കിലുമൊക്കെ പബ്ലിക് വരികയാണെങ്കിൽ, ഒച്ച കേട്ടിട്ട് ബഹളം കേട്ടിട്ട് വരികയാണെങ്കിൽ, ഇവരെ എറിഞ്ഞു ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് എറിയാനുള്ള കല്ല് പെറുക്കി കൂട്ടിയിട്ടിരിക്കും. ഇവർ ഓപ്പറേഷൻ നടത്തിയ എല്ലാ ബിൽഡിങ്ങിൻ്റെയും ടെറസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ചെറിയ എറിയാൻ ഭാഗത്തുള്ള കല്ല് പെറുക്കി കൂട്ടിയായിട്ട് കാണുന്നുണ്ട്. അത് ആ ഫോട്ടോയിൽ, അയാൾ തന്ന ഫോട്ടോയിൽ അത് കാണുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ഐറ്റം. പിന്നെ ഈ
സേഫ്, ഇരുമ്പിൻ്റെ സേഫ് അടർത്തിയെടുക്കുന്ന ആ ഒരു രീതിയുണ്ട്, അതിൻ്റെ രീതി. പിന്നെ ഇവർ ധരിക്കുന്നത് ഈ ഫിംഗർ പ്രിൻ്റ് കിട്ടുന്നത് പിന്നെ ഒഴിവാക്കാൻ ആ സീന് മുഴുവൻ വെള്ളമൊഴിച്ച് കഴുകിയാൽ മതി എന്നുള്ളൊരു തോന്നൽ, അവരുടെ ഒരു തോന്നൽ. ഇവർ ഓപ്പറേറ്റ് ചെയ്ത എല്ലാ സ്ഥലത്തും ഈ സീനിങ്ങനെ വെള്ളമൊഴിച്ച് കഴുകി ആകെ ചളിയാക്കിയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട്. 3-4 പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു 5-10 ക്യാരക്ടറിസ്റ്റിക്സ് കോമൺ ആയിട്ട് ഈ ടീം ഓപ്പറേറ്റ് ചെയ്ത എല്ലാ സ്ഥലത്തും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അതിനു മുന്നേ നടന്ന ബാങ്ക് കവർച്ച ശ്രമം കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വെറുതെ എൻ്റെ ലിമിറ്റിൽ നടന്ന സംഭവം ഒന്നല്ല, ഒരു ഇൻട്രസ്റ്റ്, ഒരു ഇൻട്രസ്റ്റ് ആണ് അത്. എവിടെയൊക്കെ ഓരോ മോഡസ് ഓപ്പറേറ്റി നടന്നപ്പോൾ നമ്മൾ കണ്ണൂർ വർക്ക് ചെയ്യുമ്പോൾ കണ്ണൂർ ജില്ലയിൽ ഒരു ബാങ്കിൽ ഒരു അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. ഞാൻ ഏതാ ബാങ്ക് ഒന്നും പറയുന്നില്ല, ഒരു അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. അവിടെ ടിപ്പിക്കലായിട്ട് ഈ ക്യാരക്ടറൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതെന്തോ ബാങ്ക് വാച്ച്മാനെ പിടിച്ച് കെട്ടിയിട്ടൊക്കെ ചെയ്തു. അതെന്തോ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് വാച്ച്മാനെ പിടിച്ച് കെട്ടിയിട്ടാണെന്നൊക്കെയുള്ള കഥയിൽ ആ സ്റ്റോറി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആ രീതിയിൽ അതങ്ങോട്ട് പോയി. അന്ന് ശക്തമായിട്ട് സംശയം എനിക്കുണ്ടായി അതല്ല ഇത് ഈ പ്രൊഫഷണൽ ഈ ടീമിൻ്റെ പ്രസൻസ് കണ്ണൂർ ജില്ലയിലുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ഹൈദരാബാദ് ടീമിന് ഇവരെ ആവശ്യമാണല്ലോ, അതിനുവേണ്ടി നമ്മളിവർ അന്വേഷിക്കുന്നതിനിടയിലാണ് 3-4 മാസം കഴിഞ്ഞപ്പോൾ പുന്യം ബാങ്കിൽ കവർച്ച നടക്കുന്നത്. പുന്യം ബാങ്കിൽ കവർച്ച നടന്നു. ഈ ഒരു താല്പര്യമുള്ളത് കൊണ്ട് തന്നെ എന്നെ വിളിച്ചിരുന്നു ആ സീനിലേക്ക്. എൻ്റെ ലിമിറ്റല്ല എങ്കിൽ പോലും അന്ന് ജാങ് ബാങ്കി സാറാണ് നമ്മുടെ ADGP. അദ്ദേഹം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഓഫീസർമാർ വന്ന് എന്നെ അവിടെ സീന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നു. ഞാൻ അവിടെ സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ഇതാണ്ട് കിടക്കുന്നത് കല്ല് പൊറുക്കി കൂട്ടിയിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന എല്ലാ ഫോട്ടോയിലും കാണുന്ന അയൺ ചിസിലിൻ ഹാമർ സെയിം സാധനം അവിടെ ഉളിയും മുട്ടിയും അവിടെ കിട്ടുന്നു. അതെ, ഉളിയും മുട്ടിയും അവിടെ കിടക്കുന്നു. മൊത്തം വെള്ളം ഒഴിച്ച് കഴുകി ചളിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു 2-3 കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് മനസ്സിലായി ആ ഗാങ്ങിൻ്റെ ഓപ്പറേഷനാണ് എന്നുള്ളത്. ഞാൻ അവിടെ നിന്ന് തന്നെ ഈ ഓരോരാളോടും അദ്ദേഹം ഒപ്പീനിയൻ ചോദിക്കും, ADGP. പലരും അവരുടെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞാൻ അഭിപ്രായം പറഞ്ഞതിന് വരെ ഇന്ന ടീം തന്നെയാണെന്ന് ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു. അവിടെ തന്നെ പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞു ഇന്ന ടീം തന്നെയാണെന്ന്. INR ഗ്യാങ്. അതെ. അപ്പോൾ അങ്ങനെ ലോക്കർ കൊണ്ടുപോയില്ലേ? അങ്ങനെ തന്നെ അല്ല ലോക്കർ കൊണ്ടുപോകില്ല, കുത്തി തുറക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്ന് എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ലാപ്ടോപ്പിൽ ചില ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്നോട് അത് എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്തു. പിന്നെ ഞാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ഞാൻ മറ്റൊരു സർക്കിളിൽ വർക്ക് ചെയ്യുന്നല്ലേ, അതിന് ഇൻവെസ്റ്റിഗേഷൻ അങ്ങോട്ട് പോയി, മുന്നോട്ട് പോയി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിലൊരു ഒരു ഡിറ്റക്ഷൻ നടത്താതെ 1 വർഷത്തോളം, 1 വർഷമല്ല എത്ര വർഷം എടുത്തു എനിക്ക് ഓർമ്മയെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അത് മറ്റൊരു ടീമാണ് അന്വേഷിക്കുന്നത്. അതിലും ഈ പറഞ്ഞ പോലെ മറ്റു പല നിഗമനങ്ങളൊക്കെ വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. ഇതായിരിക്കണം എന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ പോയി. 1 വർഷം കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു കാസർഗോഡ് പെരിയയിൽ വൻ ഓപ്പറേഷൻ വീണ്ടും നടന്നു. പെരിയ ബാങ്ക് ഇതേപോലെ അവിടത്തേക്ക് വിളിപ്പിച്ചു. അന്ന് തച്ചങ്കരി സാറായിരുന്നു DIG. അദ്ദേഹം അവിടെ എത്താൻ വേണ്ടി പറഞ്ഞു. ഞാൻ പോയി. ഇത് തന്നെ എക്സാക്ട് ഈ കാര്യങ്ങളെല്ലാം അവിടെയും കാണുന്നു. ഈ കല്ല് കൂട്ടി വെച്ചിരിക്കുന്നു, സംശയാതീതമായി അത് കുറേയധികം ഉണ്ട്. അത് എല്ലാം വിശദമായിട്ട് പറഞ്ഞത് കുറച്ചധികം കാര്യങ്ങൾ, 5-8 ടൈപ്പ് ഈ ഗാങ്ങിൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന ഈ പർട്ടിക്കുലർ ബിൽഡിങ് സെലക്ട് ചെയ്യുന്നതിൽ പോലും ഉണ്ടത്. ഈ കുറച്ച് ഒറ്റപ്പെട്ട പുറവശത്ത് വയലേരി അങ്ങനത്തെയൊക്കെയുള്ള ബിൽഡിങ്ങുകൾ കുറച്ച് നിരീക്ഷണം നടത്തിയൊക്കെ ശേഷമൊക്കെയാണ് അവർ സെലക്ട് ചെയ്യുക. അതുൾപ്പെടെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ തന്നെയാണെന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് മനസ്സിലാക്കി? ഞാൻ പറഞ്ഞു 1 വർഷം മുന്നേ നടന്ന പുന്യം ബാങ്കിൽ ഇവരാണെന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കോപ്പി വീണ്ടും കൊടുത്തു ഇദ്ദേഹത്തിന്. അപ്പോൾ അത് സീരിയസ് ആയി. അത് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ എന്താണ് പറഞ്ഞ് സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കണം. അന്നത്തെ ഇൻ്റലിജൻസിലുള്ള വിക്രമൻ, വലിയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വിക്രമൻ മോഹനേന്ദ്രൻ, അതെ, ഇപ്പോഴത്തെ ആലപ്പുഴ SP മോഹനേന്ദ്രൻ വലിയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അതെ, അത് ഞാനുണ്ട്. എന്നെയൊക്കെ നമ്മൾ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ക്വാഡ് ഉണ്ടാക്കി. ആ സ്ക്വാഡാണ് പിന്നീട് ഇത് പിടിക്കുന്നത്. അതെ, പിടിച്ചപ്പോൾ ഇവർ തന്നെ INR ഗാങ്ങിലുള്ള ചിന്നമുരുകൻ എന്ന് പറഞ്ഞ ആളുടെ ആദ്യം പിടിച്ചത് ചിന്നമുരുകനല്ല, ആദ്യം പിടിച്ചത് കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരാളുടെ. ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. എവിടെ പോയിട്ട് പിടിക്കുന്നതിൽ തന്നെ വലിയ സംഭവം വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഒരു ചെറിയൊരു ഓർമ്മയിൽ നിന്നൊന്ന് പറയുമോ? കേൾക്കാതെ ഓർമ്മയിൽ വളരെ സമയം എടുത്തിട്ട്. അതെ,
കുഴപ്പമില്ല. ഒരു കഥ ഈ അയ്യനാർ ടീമിനെ മാത്രം പിടിച്ച ചിന്നസ്വാമി, ചിന്നദുരയല്ലല്ലോ, ചിന്നമുരുകൻ. ഭയങ്കര ഉടുമ്പിന്റെ, ഇതിനെ കുറിച്ച് അന്ന് നമ്മൾ ഉടുമ്പിന്റെ ചോര, ഉടുമ്പിന്റെ കുറെ കഥകൾ ഇങ്ങനെ പറയുന്നതാണ്. യഥാർത്ഥമായിട്ട് പിടിച്ചപ്പോ കുറച്ച് തമാശയൊക്കെ ഉണ്ടായിരുന്നു. ഈ എന്താ പറയുക, കലാഭവൻ മണിയുടെ വലിയ ആരാധകരാണ്. അപ്പോൾ ഇയാളൊരു ചെറിയൊരു മിമിക്രിക്കാരനാണ്. അപ്പോൾ കലാഭവൻ മണീനെ ഒന്ന് അനുകരിച്ച് കാണിക്കാൻ വേണ്ടി DIG വെറുതെ പറഞ്ഞാണ്, ഇയാളൊക്കെ അഭിനയിച്ചു. അപ്പോൾ അത് ക്യാമറക്ക് മുന്നിലായിപ്പോയി. ആ വിഷ്വല് പുറത്ത് വന്നു. അങ്ങനെയൊക്കെയുള്ളൊരു രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും എവിടെയിട്ടാണ് ഇവരെ പിടിക്കുന്നത്? ശരിക്കും പിടിക്കുന്ന പലരും പല സ്ഥലത്തു നിന്നാണ് പിടിക്കുന്നത്. അത് സമയത്ത് ഏതാണ്ട് ഒരു 2 മണിക്കൂറൊക്കെ എടുത്ത് പറയണ്ട, നമുക്ക് പിന്നീട് സമയത്ത് പിന്നെ പറയാം. അത് കറക്റ്റ് നമ്മുടെ ഈ മോഡസ് ഓപ്പറാൻഡി രണ്ടാമത്തെ ടീമിന്റെ മോഡസ് ഓപ്പറാൻഡി ആയിരക്കണക്കിന് മോഡസ് ഓപ്പറാൻഡി. രണ്ടാമത്തെ ടീമിന്റെ അല്ല, ആയിരക്കണക്കിന് മോഡസ് ഓപ്പറാൻഡി. ഇപ്പൊ നിങ്ങൾ പരാമർശിച്ച രണ്ട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിൽ നിന്ന് പറയാൻ പറഞ്ഞു മാത്രം, അതിന്റെ മോഡസ് മാത്രം പറഞ്ഞോളൂ. ഏതാണ് ഏറ്റവും രസകരം? ഇതിപ്പോ ഇതൊക്കെ ഒരു ഇത് കുറച്ച് ഇതായിട്ട് വേറെ രസകരമായ മോഷ്ടാക്കളുടെ സ്വഭാവങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള, നിങ്ങൾ പിടിക്കുമ്പോൾ നല്ല രസകരമായി. ഇപ്പം പറഞ്ഞില്ലേ, ഒരാൾ കലാഭവൻ മണിയെ അനുകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ കള്ളന്മാർക്ക് പല സ്വഭാവങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ രസകരമായ കള്ളന്മാർ ഓർമ്മയിൽ വരുന്നത് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് ഈ പകൽ ഭവനവേദന മോഷണം നടത്തുന്ന ഒരു സഹോദരങ്ങളുണ്ട്. നമ്മൾ അവൻ്റെ പേര് പറയുന്നില്ല, എങ്കിലും നമ്മൾ വിളിക്കുന്ന പൊട്ടനും പൊളിയും എന്നൊക്കെ പറയും. പോലീസുകാരൻ തമാശയ്ക്ക് വിളിക്കുന്ന പേര്. അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ പറയുന്നതാണ് പൊട്ടനും പൊളിയനും. അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവന്മാർ പറഞ്ഞൊരു ഒരു കഥയുണ്ട്. പകൽ സമയത്താണ് ഇവർ മോഷണത്തിന് വീട്ടിൽ കയറുക. അപ്പോൾ അറസ്റ്റ് ചെയ്ത സമയത്ത് എന്താണ് ഈ പകൽ ഓപ്പറേറ്റ് ചെയ്യാൻ അവർ പറഞ്ഞ ഉത്തരമാണ്, ഇപ്പോൾ ടീച്ചർ മാഷും ആണെങ്കിൽ കുട്ടികൾ എല്ലാം കൂടി രാവിലെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവും. രാവിലെ ഒരു 10 മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ സമയമുണ്ട്. തിരക്ക് പിടിച്ച് ടെൻഷൻ അടിച്ച് ഓപ്പറേറ്റ് ചെയ്തിട്ട് പുറത്തിറക്കേണ്ട കാര്യമൊന്നുമില്ല. ടീച്ചർ മാഷെല്ലാം കൂടി എത്തുമ്പോഴത്തേക്ക് വൈകുന്നേരം ആവും. അപ്പോൾ വൈകുന്നേരം വരെ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് സാവകാശം ഒരു ഉറക്കം കഴിഞ്ഞിട്ട് ഇറങ്ങിയാലും മതി, കുഴപ്പമില്ല. ആ രീതിയിൽ ചെയ്ത് അത് ഇവർ ആക്ച്വൽ പറഞ്ഞ സ്റ്റോറിയാണ്. ആക്ച്വലി അവരെ പിടിക്കപ്പെടുന്ന തന്നെ ഒരു വീട്ടിലിങ്ങനെ കളവിന് കയറിയിട്ട് ഉറങ്ങിപ്പോയി. അവിടെ കുറച്ച് മദ്യമുണ്ട്, മദ്യം കൂടി കഴിച്ചങ്ങ് ഉറങ്ങിപ്പോയിട്ട് അപ്പോൾ വീട്ടുടമ വന്നിട്ടാണ് പിടിക്കപ്പെടുന്നത്. ആദ്യമായിട്ട് പിടിക്കപ്പെട്ട സംഭവം. അപ്പം അങ്ങനെ പല വിചിത്രമായിട്ടുള്ള മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. മറ്റൊരു തമാശ ഓർമ്മ വരുന്നത്, ഒരു രാത്രി നൈറ്റ് പട്രോളിങ് നടത്തുന്ന പോലീസ് സംഘം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു കട ഇങ്ങനെ 2-3 പേര് കൂടി കടയുടെ ഷട്ടർ ഇങ്ങനെ പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ എന്താണ് പോലീസുകാരുടെ അടുത്ത് ചോദിച്ചു, എന്താണ് രാത്രി വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഓണം സീസൺ വരികയാണ് സാറേ, പകൽ സമയത്ത് നല്ല തിരക്കാണ്, അപ്പോൾ പകൽ പണിയെടുക്കാനൊന്നും സമയം കിട്ടില്ല, അതുകൊണ്ട് രാത്രി പണിയെടുക്കുന്നതാണെന്ന് പറഞ്ഞ് ശരി എന്ന് പറഞ്ഞ് പോലീസുകാർ അങ്ങോട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ്, ആ കടയിൽ തലേ ദിവസം വലുതായിട്ട് കവർച്ച നടന്നിരിക്കുന്നു. രാത്രി ഷട്ടറിന് ആരോ കുറച്ച് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ ഏത് സാഹചര്യത്തിലും ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കാണിക്കുന്ന ആളുകളുണ്ട്. പെയിൻ്റ് അടിച്ചുകൊണ്ടിരുന്ന വേറെ സംശയമൊന്നുമല്ലല്ലോ. പോലീസുകാർ ആക്ച്വലി ചോദിച്ചു, പക്ഷേ ഇവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഏത് സാഹചര്യത്തിലും എന്താ പറയുക, മനസ്സാന്നിധ്യം വിടാതെ പ്രവർത്തിക്കുന്ന ആളുകൾ, മോഷ്ടാക്കളുണ്ട്. അപ്പോൾ അതൊക്കെ ഇവർ ഈ മോഷ്ടാക്കൾ ഇങ്ങനെ വലിയ കവർച്ചയെല്ലാം നടത്തി പൈസ കൊണ്ടുപോയിട്ട് ആഘോഷിക്കുന്ന ചില രംഗങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സ്വഭാവ രീതികൾ എങ്ങനെയാണ്? അവർ പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ദൂർത്തടിക്കുക എന്നുള്ളതാണ് പലരുടെയും ഒരു എസ്റ്റാബ്ലിഷ്ഡ് രീതി. അതെ. ഈ അയ്യനാർ സംഘവും ഇപ്പോൾ ഈ പറഞ്ഞ പെരിയ ബാങ്കും ഈ കവർച്ചയൊക്കെ നടത്തിയ സംഘങ്ങൾ ഈ ഉടുമ്പിൻ്റെ ചോര കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ പറയുന്ന അവരാരോഗ്യം എങ്ങനെയാണ്? അവരെയൊക്കെ അന്ന് നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ ഈ പറയുന്ന ഉടുമ്പിൻ്റെ ചോരയൊക്കെ എത്രയുണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പേര് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കുറവ ഗ്യാങ് എന്ന് പറഞ്ഞ പേരിലും അറിയപ്പെടുന്നുണ്ട്. കാരണം ഒരു തമിഴ്നാട്ടിലൊരു IG ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഈ സംഘത്തിൻ്റെ ഓപ്പറേഷൻ രീതികളെ കുറിച്ചൊക്കെ. അപ്പോൾ കേരളത്തിൽ അവർ നടത്തിയ ഓപ്പറേഷൻ്റെ വലിയൊരു ഓപ്പറേഷൻ്റെ ഡിറ്റക്ഷൻ ആയതുകൊണ്ടാണ് അത് പരാമർശിച്ചത്. വേറെ ഏതൊക്കെ മോഡസ് ഓപ്പറാൻഡികളാണ് നിങ്ങളുടെ ഓർമ്മയിലുള്ളത്? മോഡസ് ഓപ്പറാൻഡി പള്ളിക്കുന്നിലെ മുൻകാലങ്ങൾ, പഴയ കാലത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ മോഡസ് ഓപ്പറാൻഡി എന്നൊക്കെ പറയുന്നത് ഈ ചുമര് തുറന്ന് വീട്ടിനകത്ത് കയറുക, ഓടളക്കിയിട്ട് കയറുക, പിന്നെ പൂട്ട് പൊട്ടിച്ചിട്ട് കയറുക, അതൊക്കെ ലളിതമായിട്ടുള്ള പഴയ കാലത്തുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ പുതിയ മോഡസ് ഓപ്പറാൻഡികൾ ഇങ്ങനെ വരികയാണ്. സാമ്പത്തിക കുറ്റങ്ങളിൽ ഉൾപ്പെടുന്ന അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകുന്ന തുക വളരെ
വലിയൊരു തുകയാണ്. പുതിയ അതൊക്കെ ഈ മോഡൽ അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കുറ്റങ്ങളാണ്. ഈ കളവിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ഇവിടെ കണ്ണൂർ ടൗണിനോടടുത്തുള്ള ഒരു പള്ളിക്കുന്ന്, അവിടെ ഒരു വീട്ടിൽ ഇതേപോലെ വീട്ടുകാരെ പിടിച്ച് കെട്ടിയിട്ട് മുഖത്ത് സെലോഫൻ ടാപ്പ് പൊട്ടിച്ചിട്ട് ബഹളം വെക്കാതിരിക്കാൻ പറ്റും. എല്ലാവരുടെയും മുഖത്ത് സെലോഫൻ ടാപ്പ് പൊട്ടിച്ചിട്ട് വീട്ടിലെ മുഴുവൻ വീടിൻ്റെ മുറ്റത്തുള്ള കാറും എടുത്തിട്ട് പോയ ഒരു സംഭവം നടത്തി കാറും എടുത്തിട്ട്. അതെ 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 അതെ. അത് ഡിറ്റക്ട് ചെയ്തത് ഈ സെലോഫൻ ടാപ്പ് പൊട്ടിച്ചു എന്ന് പറയുന്ന ആ ഒരു ഇൻസിഡൻറ്റ് ആണ്. ഇപ്പോൾ നേരത്തെ എന്താ പറയുക, പൂന ബേസ്ഡ് ഒരു ഹനുമാൻ ഗ്യാങ് എന്ന് വിളിക്കുന്ന ഒരു ടീമുണ്ട്. ഇവർ മംഗലാപുരത്ത് ഒക്കെ ഇതുപോലത്തെ ഓപ്പറേഷൻ നേരത്തെ നടത്തിയായിട്ട് നമുക്കറിയാമായിരുന്നു. അപ്പോൾ ആ മംഗലാപുരത്തെ കേസിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇവിടെ ഉപയോഗിച്ച സെലോഫൻ ടാപ്പിൻ്റെ അതിൻ്റെ മുകളിലുള്ള എന്താ പറയുക, ഇതിൻ്റെ കമ്പനി, അത് നിർമ്മിച്ച കമ്പനി വരെ സെയിം മംഗലാപുരത്ത് ഉപയോഗിച്ച അതേ ടൈപ്പ് സാധനം, അതേ ടൈപ്പ് പ്രോഡക്റ്റ്. അപ്പോൾ അതാണ് ഒരു ഫസ്റ്റ് ക്ലൂ ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞത്, ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടാണ്. ഈ സവിശേഷമായിട്ടുള്ള പുതിയ മോഡൽസുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുക, പഠിക്കുക എന്നൊക്കെ. ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ ലെവലിൽ, അന്താരാഷ്ട്ര തലത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ സൈബർ കുറ്റകൃത്യങ്ങളിൽ പലതും ഈ നൈജീരിയൻ ടീംസ്, ഇപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരാത്ത ആരും ഉണ്ടാവില്ല. ഫോണിൽ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് ക്ലെയിം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘട്ടമായിട്ട് ഞാൻ ലോട്ടറി എടുത്തിട്ടില്ല, പിന്നെ എന്ത് ലോട്ടറി അടിക്കാനാണെന്ന് നിങ്ങൾ തിരിച്ചു ചോദിച്ചു. നിങ്ങളെ ലോട്ടറി എടുക്കണ്ട, നിങ്ങളെ ഫോൺ നമ്പറാണ് നറുക്കെടുത്തത്. ഫോണില്ല പറയാൻ വേണ്ടി പറ്റില്ലല്ലോ, ഫോണിലല്ല മെസ്സേജ് വരുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഫോൺ നമ്പർ വെച്ച് നറുക്കെടുത്തപ്പോൾ നിങ്ങളെ ഫോണാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട്, ഏതാണ്ട് 5 കോടിയുണ്ട് 10 കോടിയുണ്ട് ഒക്കെ പറഞ്ഞ് ഡെലിവറി ചെയ്തു. ഇത് വിദേശത്ത് നിന്നാണ് ഈ ഫണ്ട് വരേണ്ടത്, ഈ വിദേശത്ത് നിന്ന് ഈ ഫണ്ട് ഇവിടെ എത്തിക്കുന്നതിന് ഇന്ന കാര്യങ്ങളുണ്ടെന്നും മറ്റും ഓരോ ഘട്ടത്തിലും ഓരോ കഥ പറഞ്ഞ് അതിന് ഇത്ര രൂപ ഫീസ് അടക്കണം. ഫണ്ട് നിങ്ങൾക്ക് 5 കോടി കിട്ടുന്നല്ലേ, പക്ഷേ 5 കോടി കിട്ടുന്നതിന് പിന്നെ ഇപ്പോൾ ഒരു ആദ്യത്തെ ചിലവ് എന്നുള്ള രീതിയിൽ അതിവിടെ എത്തിക്കുന്നതിനുള്ള ഇന്ന നിയമ നടപടികളുണ്ടെന്ന് പറഞ്ഞിട്ട് പല കഥകൾ പറഞ്ഞ് അതിൻ്റെ ഫീസ് അടക്കാൻ ഇത്ര രൂപ പറഞ്ഞിട്ട് 5 ലക്ഷം 10 ലക്ഷമൊക്കെ വാങ്ങി ഓരോ പൈസ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അത് നടപടിക്രമം പൂർത്തിയാക്കിയതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മറ്റു കുറേ സർട്ടിഫിക്കറ്റുകളൊക്കെ അയച്ചു കൊടുക്കും. ഇങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞ് 35 ലക്ഷം റുപ്യ കൊടുത്തപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു സുഹൃത്ത് പോലീസിൽ വന്നു. ഈ വിദേശത്ത് നിന്ന് ആക്ച്വൽ കൺസൈൻമെൻറ്റ് വന്നു, 5 കോടി രൂപയുടെ വിദേശ ഡോളർ എത്തി. അത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എത്തി ഇവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ പെട്ടി തുറന്നിട്ട് മുഴുവൻ ഡോളറുകളാണ്, നിങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു 2 എടുത്തിട്ട് നേരെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കൂ. അയാൾ അതിനകത്ത് 2 എടുത്തു കൊടുത്തു, ബാങ്കിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് കിട്ടി കറക്റ്റായിട്ട്. ഒരു മാജിക്ക് പോലെ എന്തായാലും 2 കറൻസി കൊടുത്തു, അവർ കൺവേർട്ട് ചെയ്ത് കിട്ടി, ഇന്ത്യൻ രൂപ കിട്ടി. പക്ഷേ ബാക്കി കറൻസി നോക്കുമ്പോൾ എന്താ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരൊരു കഥ അവിടെയും പറയുകയാണ്. ഇത് എയർപോർട്ടിൽ നിന്ന് ചെക്കിങ്ങിന് പിടിക്കാതിരിക്കാൻ വേണ്ടി ചില പ്രത്യേക കെമിക്കൽസ്, IR ഇൻഫ്രാറെഡ് ലൈറ്റിൻ്റെ ചെക്കിങ്ങിൽ ഡിറ്റക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ചില പ്രത്യേക കെമിക്കൽസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ കെമിക്കൽസ് കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ കെമിക്കൽസിന് വലിയ പൈസയുണ്ട്, അതിന് ഇത്ര രൂപ വേണം. 35 വാങ്ങിയതിന് ശേഷം ഒരു 10 ലക്ഷം കൂടി ഇത് സാധനം ഇവിടെ കിട്ടിയില്ല, ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് മാറ്റി കിട്ടിയില്ല 2 ആ 2 നോട്ട് അവർ വേറൊരു കെമിക്കൽ ഇട്ടിട്ട് അത് തടവിയിട്ട് ആണ് ഈ 2 നോട്ട് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാ നോട്ടിനും ഇത് അപ്ലൈ ചെയ്യണം. അതിന് കെമിക്കലിന് ഒരു 10 ലക്ഷം റുപ്യ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവസാനം പോകുന്നത്. അപ്പോൾ ഈ 10 ലക്ഷം അയാൾ കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇവരാരും ഈ നോട്ട് വാങ്ങുന്നത്, ഈ 10 ലക്ഷം വാങ്ങാൻ നേരിട്ട് വരുന്നില്ല. അങ്ങനെ വന്ന് പോലീസിൽ വന്ന് നോക്കും, എന്തോ ഫോട്ടോ കോപ്പി കടലാസ് കുറച്ച് എന്തൊക്കെയോ വേറെ പൗഡറൊക്കെ ചേർത്ത് വെച്ച വലിയൊരു ഐസ് പെട്ടി പോലെ വലിയൊരു പെട്ടിക്കകത്ത് നിറയെ കിടക്കുകയാണ് സാധനം. ഒരു ഡോളറോ ഇല്ല, ഒന്നുമില്ല, ചീറ്റിങ്. ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തി മുംബൈ മീര റോഡിൽ വെച്ചിട്ടാണ് നൈജീരിയൻ ടീമിനെ അറസ്റ്റ് ചെയ്തത്. സമാനമായ മറ്റൊരു കേസ് വന്നു, സ്ക്വാഡുകാർ പോയി അവിടുന്ന് ഇതേ ലൊക്കേഷനിൽ മറ്റൊരു ടീമിനെ അറസ്റ്റ് ചെയ്തു. അതിലൊരു കൗതുകം തോന്നി. അപ്പോൾ എന്താണ് പഠിക്കേണ്ടതാണെന്ന് കരുതി നമ്മൾ നേരിട്ട് അവിടെ പോയിട്ടൊരു അന്വേഷണം നടത്തി നോക്കുമ്പോൾ മുംബൈ മീര റോഡിൽ
ഇരുവശങ്ങളിലുള്ള ബിൽഡിങ്ങുകളിൽ മുഴുവൻ ആയിരക്കണക്കിന് നൈജീരിയൻ ടീം ഉണ്ട് അവിടെ. അവരുടെ എല്ലാവരുടെ കയ്യിലും ലാപ്ടോപ്പ് ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവരുടെ പ്രധാന തൊഴിൽ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചത് മറ്റൊരു 1000 പേർക്ക് മെസ്സേജ് അയക്കും. അതേപോലെ തന്നെ അതൊരു മോഡസാണ്. ഇതുപോലെ ഒരു 10-100ലധികം രീതിയിൽ അവർ ക്രൈം ചെയ്യുന്നുണ്ട്. വിദേശത്തുള്ള ഒരു ലണ്ടനിലുള്ള ഒരു പ്രായമായ അമ്മ അനന്തരാവകാശികളൊന്നും ഇല്ലാതെ മരിച്ചുപോയി. അപ്പോൾ അവരുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്ത് ഇങ്ങനെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ചാരിറ്റി വർക്കിന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിന് താല്പര്യമുള്ള അതിന് സഹായിക്കാൻ വേണ്ടി പറ്റുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പരസ്യം നെറ്റിൽ കൊടുക്കുകയാണ്. ഇത് കേട്ടിട്ട് ചാടി പുറപ്പെട്ടിട്ട് അങ്ങോട്ട് പോയി ഈ അച്ഛമ്മയുടെ ഫണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇതേപോലെ തന്നെ അങ്ങോട്ട് പൈസ കൊടുത്ത് ഒരു ഘട്ടം കഴിയുമ്പോൾ സംശയം തോന്നിയിട്ട് പിടിക്കപ്പെട്ട കേസ്. ഇങ്ങനെ അത് ഒരു വേറൊരു എക്സാമ്പിൾ. ചാരിറ്റി ഫണ്ട്. പിന്നെ ഈ ഹണി ട്രാപ്പിൻ്റെ പുതിയ രീതികൾ. ഈ ഹണി ട്രാപ്പിൻ്റെ രീതികൾ പുതിയ അത് യങ്സ്റ്റേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈസി ആയിട്ട് നടക്കുന്നത്. ഇതിങ്ങനെ ഈ നൈജീരിയൻ ക്രിമിനൽസ് ഉപയോഗിക്കുന്ന ഒരുപാട് മോഡസ് ഓപ്പറേഷൻ ഉണ്ട്. 10-100 അധികം രീതികളുണ്ട്. മോഡസ് ഓപ്പറ പുതിയ ഒരു സബ് ഇൻസ്പെക്ടറായി കയറുന്ന കാലത്ത് ഞാൻ പറഞ്ഞു വന്നത് അതായത് നൈജീരിയൻ ടീം ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ പോയപ്പോൾ അതിൽ ഏതാളെ പിടിച്ചു കഴിഞ്ഞാലും ഈ എവിഡൻസ് മുഴുവൻ അവരുടെ ലാപ്ടോപ്പിലുണ്ട്. പിന്നെ ചെറിയ ഈ ക്രോസ് മാച്ചിങ് ചില സയൻറ്റിഫിക് എവിഡൻസ് മാത്രം സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ട കാര്യമുള്ളൂ. ആയിരക്കണക്കിന് ആളുകൾ ഇതാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വിദ്യാഭ്യാസമുള്ള ആളുകളായാലും അത് അങ്ങ് വിശ്വസിച്ചു. ഇങ്ങനെ വിദ്യാഭ്യാസമുള്ള ആളുകളെ മാത്രം പറ്റിക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് രീതികളുണ്ട്. അതും ഒരു മോഡസ് ഓപ്പറാൻഡി പഠനത്തിൻ്റെ ഭാഗമായിട്ട് ആണ് നമുക്ക് കൂടുതൽ പെട്ടെന്ന് ആളുകളെ ടീമിനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയാം. അപ്പോൾ ഈ നിങ്ങളിപ്പം കവർച്ച പറഞ്ഞു, അതുപോലെ തന്നെ ഈ ലോട്ടറി അടിക്കുന്നതോടെ കൊലപാതകം സൈബർ പറഞ്ഞു. സൈബർ ക്രൈം പുതിയ ഒരുപാട് കാര്യങ്ങൾ ഈ കൊലപാതകങ്ങളും അതുപോലുള്ള ഈ ഒത്തിരി തീവ്രവാദ കേസുകളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. കൊലപാതകങ്ങളും കുറേ അന്വേഷിച്ചിട്ടുണ്ട്. ഈ സീരിയൽ കില്ലർമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കൊലപാതകം. അതുപോലെ തന്നെ ഈ ജയിൽ ചാട്ടം. അല്ല, അത് നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ വന്നു. അത് ഈ സീരിയൽ കില്ലേഴ്സിന് ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട് പലപ്പോഴും. ഈ ഒട്ടോ ശങ്കർ, ദൊണ്ടപ്പ ഹനുമാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കൊലപാതക പരമ്പര നടത്തിയ ആളുകളുണ്ട്. അവർക്ക് ഒരു കൊലപാതകങ്ങൾക്ക് അതുപോലത്തെ സീരിയൽ കില്ലിങ് നടക്കുന്നവർക്ക് അതിൽ ആ കുറ്റവാളിയുടെ ആ ഒരു ആത്മമുദ്ര പതിഞ്ഞ ചില ഘടകങ്ങൾ എപ്പോഴും ആ ക്രൈമിൽ ഉണ്ടാവും. കൊലപാതകങ്ങൾക്കും അത് ബാധകമാണ് പലതും. അപ്പം നമ്മുടെ എവിടെയെങ്കിലുള്ള കഥകൾ പറയുന്നതിന് പകരം ഈ നമ്മുടെ ജില്ലയിൽ തന്നെയുള്ള ചില ഈവൻ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോലും ചിലപ്പോൾ അത് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില പ്രത്യേക ടൈപ്പ് ഇഞ്ചുറി, അങ്ങനെ സ്പെസിഫിക് എക്സാമ്പിൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രത്യേക ടൈപ്പ് ഇഞ്ചുറി ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ചില സംഭവങ്ങളായിരുന്നു. വളരെ നേരിയ തരത്തിലുള്ള കത്തി, പലപ്പോഴും യഥാർത്ഥ ആയുധം കണ്ടെടുക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയുണ്ടാവും അന്വേഷണത്തിനിടയിൽ. ഈ ഇഞ്ചുറിയുടെ രീതി നോക്കിയിട്ടാണ് കത്തി ഏത് ടൈപ്പ് കത്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വളരെ നേരിയ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് കൊലപാതകം നടത്തിയ ഒരു ഇൻസിഡൻ്റ് അല്ല, ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഒരു ടീം ചെയ്യുന്നതാണെന്ന് ഇത് കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണ നിലക്ക് അങ്ങനത്തെ ഒരു അത്ര നേരിയ വെപ്പൺ കൊണ്ട് ഒരു ഇഞ്ചുറി കോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് വെപ്പണാണെന്ന് കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അത്ര നേരിയ ഒരു കേസിൽ അങ്ങനെ സംഭവിച്ചു. നേരിയ ഒരു കത്തി എടുത്തിരിക്കുന്ന കോടതിയിൽ കാണിച്ചിട്ട് ഈ കത്തിയിൽ കൊണ്ട് തക്കാളി മുറിക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിച്ച ഒരു സംഭവം. അപ്പോൾ തക്കാളി മുറിക്കാൻ അല്ല, അതായത് അത് സർജിക്കൽ ബ്ലേഡ് ഒരു പ്രത്യേക ടൈപ്പ് സർജിക്കൽ ബ്ലേഡ് ആകുമ്പോൾ അതിൻ്റെ ആ ഷാർപ്പ്നെസ് കൊണ്ട് അങ്ങനെ സംഭവിക്കാം. ചില വൈറ്റൽ ഓർഗൻസിൽ സംഘടിതമായിട്ടുള്ള ട്രെയിനിങ് ലഭിച്ച ചില ടീമൊക്കെ ആകുമ്പോൾ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ പറ്റിയ പരമ്പര സംഭവം കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്താണെന്ന് പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ കള്ളന്മാർക്ക് കളവ് കേസുകളിൽ മാത്രമല്ല മോഡസ് ഓപ്പറാൻഡി, ഈ സീരിയൽ കില്ലേഴ്സിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. അതെ, നമ്മുടെ കാസർഗോഡ് ഒരു ഇരട്ട കൊലപാതകം, തളങ്കര ഇരട്ട കൊലപാതകം ഉണ്ടായില്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ അന്വേഷണത്തിൽ
പല ലീഡും പല സംശയങ്ങളൊക്കെ ഉണ്ടായി. അവസാനം ബാംഗ്ലൂർ ഒരു ടീമിനെ അറസ്റ്റ് ചെയ്തു, നാടോടി സംഘം, ദൊണ്ടപ്പ ഹനുമ ടീം എന്നാണ് അവർ പറയാം. അവരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവർ കൊലപാതക കഥകൾ ഇങ്ങനെ പറഞ്ഞ് ഒരു 52 അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിച്ചത് വെറുതെ പറയുന്നതാണോ, അവർ ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി ഓരോ സ്ഥലത്തായിട്ട് അന്വേഷിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കഥ. ഇവർ പറഞ്ഞ എല്ലാ സംഭവത്തും അവിടെ കൊലപാതകം നടന്നിട്ടുണ്ട് കൃത്യമായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ കാസർഗോഡ് ഇരട്ട കൊലപാതകം നടന്ന അതും പറഞ്ഞു വരും. അത് കവർച്ചയുടെ ഭാഗമായിട്ടാണ്. അതെ, അത് കവർച്ചയുടെ ഭാഗത്ത് അവരെയും കൊണ്ട് വന്നപ്പോൾ ഇവിടെ തെളിയാത്ത തളങ്കര ഡബിൾ മർഡർ കിടക്കുകയാണ്. അതിൽ പ്രതിയാണെന്ന് പറഞ്ഞിട്ട് എത്ര ആളുകളെ, നിരപരാധികളായിട്ടുള്ള ആളുകളെ പോലീസ് ചോദ്യം ചെയ്യുകയും അതിൻ്റെ അങ്ങനത്തെ ഒരു നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറ്റാവുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഈ നിരപരാധികളായിട്ടുള്ള ആളുകളിലേക്ക് സംശയത്തിൻ്റെ മുന പോയി കഴിഞ്ഞാൽ അത് പലപ്പോഴും ദഹിപ്പിച്ച് കളയും ആളുകളെ. അതെ, അങ്ങനെ ഒരു കാരണവശാലും അത്തരത്തിലുള്ള തെറ്റ് പറ്റാൻ വേണ്ടി പാടില്ല.